പ്രത്യേകിച്ച് കേരളം വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും സാക്ഷരതയിലും എല്ലാം തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് അഭിമാനം കൊള്ളാറുണ്ട്. അതേസമയം നമ്മൾ മദ്യപാനത്തിലും കേരളം മുമ്പിലാണ്. മദ്യപാനത്തെ കവച്ച് വെച്ചുകൊണ്ട് MDMAയും മത്സരിച്ച് മുമ്പിലെത്തിയിട്ടുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഞാൻ ബഹുമാന്യനായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഇവിടെ ഉള്ളതുകൊണ്ട് സംസാരിക്കുകയാണ്. കേരളത്തിൽ ഒരു വർഷം എത്ര വിദ്യാർത്ഥികളെ, യുവാക്കളെ മാനസികമായി ശാരീരികമായി നശിപ്പിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗൗരവമായി വിലയിരുത്തപ്പെടേണ്ട ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും സൂചിപ്പിച്ചു, കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലം നടന്നിട്ടുള്ള കേരളത്തിലെ അക്രമ പരമ്പരകൾ വിലയിരുത്തിയാൽ മതി. അതിൻ്റെ പുറകിൽ മുഴുവനും തന്നെ ഈ മയക്കുമരുന്നിൻ്റെ ദുസ്വാധീനമാണ്. ഞാൻ ഈ താമരശ്ശേരി ഒരു ഉമ്മയെ ഒരു മകൻ വെട്ടിക്കൊന്നപ്പോൾ ഞാനിവിടെ പോയിരുന്നു. അപ്പോൾ എന്നോട് അടുത്തുള്ള വീട്ടുകാർ പറഞ്ഞത് നല്ല പയ്യനാണ്, പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, എല്ലാവരും വലിയ റെസ്പെക്റ്റാണ് എന്ന് അടുത്തുള്ള വീട്ടുകാർ പറയുകയുണ്ടായി. പക്ഷെ ചിലപ്പോൾ വല്ലാതെ വയലൻ്റായി മാറുകയാണ്. അപ്പം അങ്ങനെ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ഒരു മകൻ, അതുപോലെ തന്നെയാണ് സ്വന്തം സഹപാഠിയുടെ മേൽ കോമ്പസ് കൊണ്ട് വരച്ച് ചിത്രം വരക്കുന്ന ഒരു കാലഘട്ടം. അത് പുറത്തു വരുമ്പോഴേക്കാണ് അറിയുന്നത് ഇവരെല്ലാം തന്നെ മയക്കുമരുന്നിൻ്റെ അടിമകളാണ്. തിരുവനന്തപുരം നടക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, ഇതിലൊക്കെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനമാണ് ഇതിൻ്റെ കാരണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ സർവ്വവ്യാപിയായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ 1000-ഓളം വിദ്യാലയങ്ങളെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗൗരവമായി കാണണം. ഇത് കൊടുക്കാൻ ആളുണ്ട്, ഇതിൻ്റെ കാരിയേഴ്സുണ്ട്, ഇത് കുട്ടികൾ എത്തിച്ചു കൊടുക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ ദിവസവും MDMA പിടിക്കാൻ നമുക്ക് എല്ലാ സംവിധാനമുണ്ട് കേരളത്തിൽ. പോലീസുണ്ട്, എക്സൈസുണ്ട്, ഷേഡോ പോലീസുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇതെല്ലാം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ദിവസവും MDMA പിടിക്കപ്പെടുന്നു? ഇത് പിടിക്കപ്പെടാത്തൊരു ദിവസമില്ല. നിങ്ങൾ വാർത്ത വായിക്കാറുണ്ടോ? എല്ലാ ദിവസവും വാർത്ത വായിക്കേണ്ടതാണ്. പത്രങ്ങളിലും വരും, വിഷ്വൽ മീഡിയയിലും വരും. MDMA പിടിച്ചു, ഇത്ര കിലോ പിടിച്ചു. എന്തുകൊണ്ടാണ് ഉറവിടം കണ്ട് അവസാനിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? ഈ ഒരു മൗലികമായ ചോദ്യം ഇന്ന് എല്ലാവരിലുമുണ്ട്. നമ്മളൊക്കെ തന്നെ പാരൻസാണ്, രക്ഷിതാക്കളാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു, വളർന്നു വരുന്ന ഒരു തലമുറയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഇതിൻ്റെ ദുസ്വാധീനം കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് അവനവൻ്റെ കുട്ടികളെ അവനവൻ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ കുട്ടി എങ്ങോട്ട് പോകുന്നു, ആരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു, സംസർഗം ആരുമായിട്ടാണ്, ആരെങ്കിലും കൊടുത്താൽ വാങ്ങി കഴിക്കുന്നുണ്ടോ? അതിൽ പ്രധാനപ്പെട്ട വില്ലൻ MDMA ആണെന്ന് പറയുന്നു. അത് കുട്ടികളെ വല്ലാതെ ബാധിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് പട്ടണത്തിൽ എനിക്ക് 4 വർഷം മുമ്പുള്ള ഒരു കഥ എനിക്കറിയാം. ഒരു നല്ല കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഒട്ടുപോയിരിക്കുന്നു. കൗൺസിലിംഗ് കൊടുത്തിട്ട് പോലും നേരാക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്ന. അപ്പോൾ വീട്ടിലുള്ള നമ്മുടെ കുട്ടികൾ ഒരു തലമുറ പ്രതീക്ഷയോടെ വളർത്തുന്നത് നമ്മളൊരു തലമുറ. ആ തലമുറ പോലും നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇതിൻ്റെ ദുസ്വാധീനം എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉറവിടം എങ്ങനെ കണ്ടെത്താൻ കഴിയും? എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർക്കറിയാം, ഒരു 3 വർഷം മുമ്പ് കൊച്ചി പുറംകടലിൽ വെച്ച്
ഈ നേവി ഇതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ വലിയൊരു ശൃംഖല തകർക്കുകയുമുണ്ടായി. അത് കറാച്ചിയിൽ നിന്ന് വന്ന് കേരളത്തിലേക്ക് വരുന്ന നിങ്ങൾ ആലോചിക്കണം. 21,000 കോടിയുടെ സാധനമാണ് നിങ്ങൾ ആലോചിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഉറവിടം കണ്ടെത്തി തകർക്കാൻ കഴിയുമോ? ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം, എല്ലാവരുള്ള ചോദ്യം അതാണ്. നമ്മുടെ കുട്ടികളെല്ലാം തന്നെ വീട്ടിൽ നിന്ന് സ്കൂളിൽ ഇപ്പം ഭയപ്പെടുകയാണ്, കോളേജിൽ പോകുമ്പോൾ ഭയപ്പെടുകയാണ്. ഇവരാരുടെ കൂടെയാണ്, എന്ത് ചെയ്യുന്നു? ഇത് ഈ മയക്കുമരുന്നിൻ്റെ ഈ അടിമയായി കഴിഞ്ഞാൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. പിന്നെ അവരിൽ നിന്ന് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിന് മാത്രം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് ഇത്രമേൽ ഗുരുതരമായ ഒരവസ്ഥ എങ്ങനെ വന്നും കൂടി നമ്മൾ ആലോചിക്കണം. മദ്യപാനത്തിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. ഇതിങ്ങനെ കൂടിക്കൂടി വിദ്യാലയങ്ങളെ പോലും സ്വാധീനിക്കുന്നെന്ന് വന്നാൽ അവിടെയാണ് എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് ഉറവിടം കണ്ടെത്തി നമുക്ക് നശിപ്പിക്കാൻ കഴിയുന്നില്ല? നിയമത്തിൻ്റെ പഴുതിയിൽ കൂടി രക്ഷപ്പെടുന്ന ഒരുപാട് കേസുകളുണ്ട്. ഞാനൊരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാർലമെൻറ്റിൽ അടുത്ത തവണ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇത്തവണ കഴിഞ്ഞില്ല. നിയമത്തിൻ്റെ പഴുതിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇതൊരു ഗുരുതരമായ കുറ്റം തന്നെ കാണുന്നതിൻ്റെ എൻ്റെ പക്ഷം. ഇതിന് ഒരു സ്ട്രിഞ്ചൻ്റ് ആക്ഷൻ എന്ന് മാത്രമല്ല, കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുത്ത്, കഠിന ശിക്ഷ കൊടുത്ത് അവരെ പാഠം പഠിപ്പിക്കാൻ തയ്യാറാകുന്ന സാഹചര്യം രാജ്യത്തുണ്ടെങ്കിൽ മാത്രമേ ഇതിന് ശമനമുണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, ഒരു കുടുംബത്തെ തകർത്തിയത് പോകും, തർക്കം നിങ്ങൾക്ക് വേണ്ട. എത്രയെത്ര സംഭവങ്ങൾ നടന്നു നമ്മുടെ സംസ്ഥാനത്ത്, എവിടെയെല്ലാം നടന്നു. നടക്കുന്ന ഓരോ കൊലപാതകത്തിൻ്റെയും പുറകിൽ ഇതാണെന്ന് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറയുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായിട്ടുള്ള കാലിക വിഷയമായിട്ടുള്ള ഒന്നിനെക്കുറിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായതുകൊണ്ട് ഇതിനെതിരെ ഇങ്ങനൊരു ക്യാമ്പയിന് KNM ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ എല്ലാ അർത്ഥത്തിലും 2 കൈ കൂപ്പിക്കൊണ്ട് അവരെ ഈ കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു ചെറിയ വിപത്തല്ല, തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ. ഇതൊരു അങ്ങനെ ഒരു വിപത്തല്ല, ഇത് മാരകമായ വിപത്താണ്. ഒരു സമൂഹത്തെ തകർക്കുന്ന വിപത്താണ്. അതുകൊണ്ട് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, ഇത് സത്യം പറഞ്ഞാൽ കുട്ടികളെ താഴെ നിന്ന് പഠിപ്പിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മൾ കുട്ടികളെ LKG ആണെങ്കിലും UKG ആണെങ്കിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് മറ്റു വിഷയം. അവരാദ്യം പഠിപ്പിക്കേണ്ടത് ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, ഒരു നല്ല വ്യക്തി എങ്ങനെ മാറാൻ സാധിക്കും, എങ്ങനെ ധാർമ്മികത ഉണ്ടാകണം, എങ്ങനെ സത്യസന്ധത ഉണ്ടാകണം. ഇത് ചെറുപ്പത്തിൽ പഠിപ്പിച്ചെടുത്താൽ മാത്രമേ പ്രത്യേകിച്ച് ഒരു ഭയഭക്തി ബഹുമാനം അവർക്കുണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ആത്മീയതയ്ക്ക് വലിയ സ്വാധീനമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആത്മീയതയ്ക്ക് വലിയ സ്വാധീനമുണ്ട്, ചെറിയ സ്വാധീനമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത് അനിവാര്യമായ ഒന്നായി ഞാൻ കാണുന്ന ആളാണ് ഞാൻ. മനുഷ്യനെ നയിക്കുന്ന മനസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വസ്ത്രമല്ല, മനസ്സ് തന്നെയാണ്. ഈ മനസ്സ് നമ്മളെ നേർവഴിക്ക് നയിക്കുന്നില്ലെങ്കിൽ നാം എങ്ങോട്ട് പോകും നമുക്കറിയാം. തെറ്റായ വഴിയിലൂടെ അബദ്ധ സഞ്ചാരത്തിലൂടെ പോകേണ്ടി വരും. അപ്പോൾ ഈ മനസ്സ് നേരെയാകണമെങ്കിൽ, ഏകാഗ്രമായിരിക്കണമെങ്കിൽ ആത്മീയത അനിവാര്യമാണ്, ഈശ്വര സാമീപ്യം അനിവാര്യമാണ്, ഈശ്വര സാന്നിധ്യം അനിവാര്യമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ആത്മീയതയും ധാർമ്മികതയും ഊന്നുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമാണ് സത്യം പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ KNMൻ്റെ ഈ ഒരു തുടക്കം മറ്റെല്ലാ പ്രസ്ഥാനങ്ങൾക്കും മാതൃകയായി മാറട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ നല്ല കേരളം പദ്ധതി അത് വിജയിക്കട്ടെ, വിജയിപ്പിക്കാൻ കഴിയട്ടെ. ഇനി ഒരാളും ഒരു വിദ്യാർത്ഥിയും ഒരു ചെറുപ്പക്കാരൻ ഇതിൽ പെടാതിരിക്കട്ടെ എന്ന് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.